ദാ ഈ കാണുന്ന മാതൃഭൂമി പത്രം ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ 8ാം ക്ലാസ് തൊട്ട് നിധി പോലെ കൊണ്ടുവന്ന് നടക്കുന്ന എൻ്റെ ഡ്രോയിങ്സ് ഇരിക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ ചെറുതായിട്ട് വരയ്ക്കും. പക്ഷെ ഞാൻ 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ വരയ്ക്കുന്നതെല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങി കേട്ടോ. ദാ ഈ കാണുന്ന മണ്ടാല ആർട്ട് ഇതാണ് ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ 9ലോ 10ലോ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ് വരച്ചത്. പക്ഷേ ഇതെനിക്ക് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ വരയ്ക്കുന്നതൊക്കെ എൻ്റെ ചേച്ചിയുടെ റെക്കോർഡിന് പുറകിലാണ്. അതായത് എൻ്റെ ചേച്ചി BSc ബോട്ടണിയാണ് പഠിച്ചത്. അപ്പോൾ ചേച്ചി വരച്ചിട്ട് തെറ്റി പോകുന്നുണ്ടെങ്കിൽ ആ പേപ്പർ ചേച്ചി മാറ്റി വയ്ക്കും. അത് ഞാൻ ചോദിച്ചും ചോദിക്കാണ്ടും എടുത്തുകൊണ്ട് വന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. എൻ്റെ ചേച്ചിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ വരയ്ക്കും കേട്ടോ. എൻ്റെ എല്ലാ ഡ്രോയിങ്സിൻ്റെയും പുറകിൽ ചേച്ചിയുടെ കയ്യൊപ്പുണ്ട്. ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ ബുദ്ധൻ. എൻ്റെ ബുദ്ധൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണെന്ന് മെലിഞ്ഞിരിക്കുന്ന ബുദ്ധനായിരുന്നു. ചെറുപ്പത്തിൽ അതൊക്കെ ഏത്. പിന്നെ ഇത് കണ്ടോ, കുറേ എടുത്ത് ക്രയോൺ, കുറേ എടുത്ത് സ്കെച്ച്, കുറേ എടുത്ത് മാർക്കർ, അങ്ങനെ ഇതൊക്കെ ഞാൻ ശരിക്കും എൻ്റെ 13-14 വയസ്സിലൊക്കെ വരച്ചതാണ്. അതായത് ശരിക്കും ഇത് 10 വർഷം വരെയൊക്കെ പഴക്കമുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അന്നൊക്കെ എനിക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്കിതൊക്കെ എടുത്ത് കാണുമ്പോൾ എനിക്ക് നൊസ്റ്റ അടിക്കും. പിന്നെ ഇതൊക്കെ കാരണം, അതായത് ചേച്ചിയുടെ റെക്കോർഡ് പേപ്പറിൽ വരയ്ക്കുന്ന കണ്ടിട്ടാവണം ചേച്ചി എനിക്ക് ഈ ബുക്ക് വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്താണ് പിന്നെ എൻ്റെ എല്ലാ ഡ്രോയിങ്സും. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് തികച്ച് മിനിറ്റ് 6ാമത്തെ മിനിറ്റ് ഞങ്ങൾ തമ്മിൽ അടിയായിരിക്കും. അങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും. പക്ഷേ എൻ്റെ ക്രാഫ്റ്റിലും ഡ്രോയിങ്ങിലും ഒക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളതും എൻ്റെ ചേച്ചിയാണ് കേട്ടോ. എനിക്ക് കളർ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം പെൻസിലും പെന്നും യൂസ് ചെയ്ത് വരയ്ക്കാനാണ് കേട്ടോ. അതുകൊണ്ട് ഈ ബുക്കിലെ മോസ്റ്റ് ഓഫ് എൻ്റെ ഡ്രോയിങ്സും പെൻസിലോ പെന്നോ ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കളർ യൂസ് ചെയ്താണ് കാണിച്ചു തരാം. ഇത് 96 മൂവി ഇറങ്ങിയപ്പം ഒരു വെയിലിൻ്റെയും കുരുവിയുടെയും ഒരു ലവ് സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ബേസ് ചെയ്ത് വരച്ചതാണ് കേട്ടോ. പിന്നെ മോസ്റ്റ്ലി മണ്ടാല ആർട്സ് ആയിരിക്കും എൻ്റെ കൂടുതലും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാനായിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഈ ബുക്കിലെ ലാസ്റ്റത്തെ. കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്കും പടം വരെയൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ഈ 2 ഫോട്ടോസ് എൻ്റെ അടുത്ത് 2 പേര് വരച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ വരച്ചു കൊടുത്തായിരുന്നു. പിന്നെ കോളേജ് ടൈമിൽ ഞാൻ വേറെയും കുറേ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഈ 2 ഉണ്ടായുള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.